ജിമ്മിൽ പോയിട്ട് കടുത്ത എക്സർസൈസ് ചെയ്യുന്നതോ മണിക്കൂറുകളോളം ഓടുന്നതോ കൂടിയ വെയിറ്റുകളൊക്കെ ഉയർത്തുന്നതോ ആണ് വ്യായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വ്യായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുന്ന സമയമല്ല, വ്യായാമത്തിന് ശേഷം നിങ്ങൾ ശരീരത്തിന് നൽകുന്ന കൃത്യമായ വിശ്രമമാണ്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഈ റെസ്റ്റ് മാജിക്കിന്റെ പിന്നിലുള്ള സത്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ വീട് പൊളിച്ചു മാറ്റാന്ന് വിചാരിക്കാം. ഈ പഴയ വീട് പൊളിക്കുന്നതാണ് വ്യായാമം എന്ന് വിചാരിക്കാം. പുതിയ വീട് കൂടുതൽ ശക്തിയിൽ നിർമ്മിക്കുന്നത് വിശ്രമവേളയിലാണ്. വിശ്രമം നൽകാതിരുന്നാൽ കെട്ടിടം തകർന്നു പോകും. ഇതുപോലെ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിനും പേശികൾക്കും സത്യത്തിൽ കടുത്ത സ്ട്രെസ് ആണ് കൊടുക്കുന്നത്. ചെറിയ കേടുപാടുകളും സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു എക്സർസൈസിന് ശേഷം പിറ്റേ ദിവസത്തെ എക്സർസൈസിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ആ വിശ്രമവേളകൾ, അതുപോലെ റെസ്റ്റ് എടുക്കുന്ന മറ്റ് ദിവസങ്ങൾ, ഈ സമയത്തൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കഠിനമായ കാർഡിയോ എക്സർസൈസുകൾ ചെയ്യുമ്പോൾ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കുകയും കൂടുതൽ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഹൃദയ പേശികളിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഉണ്ടാവും. ഇനി നമ്മൾ എക്സർസൈസ് നിർത്തി കൃത്യമായി വിശ്രമിക്കുമ്പോഴും നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകുമ്പോഴുമാണ് ശരീരം ഗ്രോത്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോണുകൾ ഹൃദയത്തിൽ സംഭവിച്ച ആ വിള്ളലുകളെ സിമെന്റ് ഒക്കെ ഇട്ട് ഉറപ്പിക്കുന്നത് പോലെ പരിഹരിക്കും. അതിനുശേഷം ഹൃദയമാംസപേശികളെ മുൻപത്തേക്കാൾ കട്ടിയുള്ളതും ശക്തിയുള്ളതും ആക്കി തീർക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഈ റെസ്റ്റ് ദിവസങ്ങളിലാണ് ഹൃദയത്തിന്റെ പമ്പിംഗ് ശേഷി കൂടി വരുന്നത്. അതായത് ഹൃദയം ഒരു തവണ മിടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തള്ളുന്ന രക്തത്തിന്റെ ഒരു അളവുണ്ട്. അതിന് സ്ട്രോക്ക് വോളിയം എന്നാ പറയാം. നല്ല എക്സർസൈസ് ഒക്കെ ചെയ്തതിനു ശേഷം റെസ്റ്റ് പീരീഡ് കൊടുക്കുമ്പോൾ ഹൃദയത്തിന്റെ ഇടത്തെ അറയിൽ കൂടുതൽ രക്തം ഉൾക്കൊള്ളാൻ കഴിവുള്ള ശേഷി ലഭിക്കുകയാണ്. ഇത് കാരണം ഹൃദയത്തിന് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ശരീരത്തിലേക്ക് വലിയ അളവിൽ ഓക്സിജൻ അടങ്ങിയ രക്തം എത്തിക്കാൻ സാധിക്കുകയാണ്. എന്ന് വെച്ചാൽ പമ്പിംഗ് ശക്തി പതുക്കെ പതുക്കെ ശാശ്വതമായി കൂടുകയാണ്. മൂന്നാമത്തത്, റെസ്റ്റിംഗ് പീരീഡിൽ ഹൃദയത്തിന്റെ ആയുസ് വർദ്ധിക്കുന്ന ഒരു മാജിക്കാണ്. ഒരു സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പ് സാധാരണ ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെയാണെങ്കിൽ കൃത്യമായ എക്സർസൈസും ഇടയ്ക്കിടയ്ക്ക് വിശ്രമവും ശീലമാക്കിയ ഒരു അത്ലറ്റിന്റെ റെസ്റ്റിംഗ് ഹൃദയമിടിപ്പ് മിനിറ്റിൽ 50-60 ആയിരിക്കും. എന്ന് വെച്ചാൽ കുറവായിരിക്കും. വ്യായാമത്തിന് ശേഷമുള്ള ഈ വിശ്രമ വേളകളിലാണ് നമ്മുടെ നാഡീവ്യൂഹം ശാന്തമായിരിക്കുന്നതും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് ഹൃദയമിടിപ്പിന്റെ വേഗത കുറക്കുന്നു. ഹൃദയമിടിപ്പ് കുറയുമ്പോൾ ഹൃദയത്തിന് വിശ്രമിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. ഇതുവഴി ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ കാര്യം, നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ മസിൽസിലേക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരികയാണ്. ഇങ്ങനെ റെസ്റ്റ് പീരീഡുകളിൽ ശരീരം ഈ ആവശ്യം മനസ്സിലാക്കിയെടുക്കുന്നു. എന്നിട്ട് നിലവിലുള്ള രക്തധമനികളിൽ നിന്നും പുതിയ സൂക്ഷ്മമായ രക്തധമനികൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിന് നാച്ചുറൽ ആൻജിയോജെനിസിസ് എന്ന് പറയാട്ടോ. എന്ന് വെച്ചാൽ കൂടുതൽ രക്തധമനികൾ ഉണ്ടാകുമ്പോൾ രക്തയോട്ടം എളുപ്പമാകാണ്. ഭാവിയിൽ ഹൃദയത്തിലേക്കുള്ള ഒരു സമ്മർദ്ദം കുറയുന്നു. ഇനി അറ്റാക്ക് ഒക്കെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രക്തധമനികൾ ഉണ്ടെങ്കിൽ അറ്റാക്കിന്റെ തീവ്രത കുറയുകയും ചെയ്യും. ഇനി നിങ്ങൾ എക്സർസൈസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ മെച്ചം ഹൃദയത്തിന് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഒരു 8 മണിക്കൂർ നല്ല സുഖമായിട്ട് ഉറങ്ങുക. എക്സർസൈസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല ഉറക്കമാണ്. ഉറക്കത്തിലാണ് ഞാൻ ഈ പറഞ്ഞ അഡാപ്റ്റേഷനും ശരീരത്തിന്റെ റിപ്പയറിംഗും നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആഴ്ചയിൽ 7 ദിവസം ഒരു കാരണവശാലും എക്സർസൈസ് ചെയ്യരുത്. കുറഞ്ഞത് 1-2 ദിവസം എക്സർസൈസ് എടുക്കാതെ ശരീരത്തിന് പൂർണ്ണമായ വിശ്രമം കൊടുക്കുക. ഇതുകൊണ്ട് ശരീരം കൂടുതൽ ഫിറ്റായി വരികയാണ് ചെയ്യുക. മാത്രമല്ല ഓവറായിട്ട് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഹൃദയസ്തംഭന സാധ്യത സത്യത്തിൽ കൂടുകയാണ്. മൂന്നാമത്തെ കാര്യം, എക്സർസൈസ് ഒന്നും പെട്ടെന്ന് നിർത്തരുത്. അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ചെറിയ രൂപത്തിലുള്ള നടത്തത്തിലൂടെ, സ്ട്രെച്ചിങ്ങിലൂടെ ഹൃദയത്തിന്റെ മിടിപ്പ് സാധാരണ നിലയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരിക. ഇതിന് കൂൾ ഡൗൺ എന്നാണ് പറയാം. അഞ്ചാമത്തെ കാര്യം, ഈ വിശ്രമ ദിവസങ്ങളിലൊക്കെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ആവശ്യമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് രക്തത്തിന്റെ കട്ടി കൂടാതിരിക്കാനും സഹായിക്കും.